നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരു നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയ ദുരന്തമറിഞ്ഞ് ബേക്കൂർ നിവാസികൾ. ബേക്കൂർ ഹൈസ്കൂൾ വിദ്യാർത്ഥി ഇബ്രാഹിം നിയാസ് പുഴയിൽ മുങ്ങി മരിച്ചു. പീഡനം ഊമ പെൺകുട്ടിയോടും. പ്രതിയെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഗംഭീര തുടക്കം. നാട് ഇനി ഭക്തിയുടെ നിറവിൽ. ജില്ലയിൽ സൗജന്യ വൈഫൈ ഇന്റർനെറ്റ് പദ്ധതി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റേതാണ് തീരുമാനം. ജില്ലാ പഞ്ചായത്ത് BJP സ്ഥാനാർത്ഥി ലിസ്റ്റായി. എടനീർ K. ശ്രീകാന്ത് ജനവിധി തേടും. അഴിക്കുന്തോറും മുറുകുന്ന കുരുക്ക്. മഞ്ചേശ്വരത്ത് സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാവാതെ UDF-ൽ വിമതശല്യം രൂക്ഷം. വാർത്തകൾ വിശദമായി. കൂട്ടുകാരോടൊപ്പം പുഴയിൽ കുളിക്കാൻ പോയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ബേക്കൂർ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഇബ്രാഹിം നിയാസ് ആണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടോടെയായിരുന്നു ദാരുണമായ ഈ സംഭവം. കൂട്ടുകാർക്കൊപ്പം പുഴയിൽ കുളിക്കുന്നതിനിടെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ബേക്കൂർ അകർത്തിമൂലയിലെ മൊയ്തീൻ പുത്തു ബാബയുടെ മകനും ബേക്കൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയുമായ ഇബ്രാഹിം നിയാസാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി സുവർണഗിരിയിൽ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച സ്കൂളിൽ യുവജനോത്സവമായിരുന്നു. ഇതിനിടയിൽ നിയാസും സുഹൃത്തുക്കളും പുഴയിൽ കുളിക്കാൻ പോയിരുന്നു. വൈകുന്നേരം 4 മണിയോടെ സുവർണഗിരി പുഴയിൽ നിയാസ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കൂട്ടുകാർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. പേടികൊണ്ട് ആരും വിവരം പുറത്തു പറഞ്ഞതുമില്ല. രാത്രി ഏറെ വൈകിട്ടും മകനെ കാണാത്തതിൽ വീട്ടുകാർ പല സ്ഥലങ്ങളും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഒരു ഗ്രാമത്തെയാകെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവത്തിൽ നിന്നും ഇനിയും നാട്ടുകാരും വീട്ടുകാരും മോചിതരായിട്ടില്ല. ഊമപ്പെണ്ണിനെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. സെപ്റ്റംബർ 22-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഉപ്പള ഗേറ്റിന് സമീപത്തെ ഊമ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി സുരേഷിനെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. സെപ്റ്റംബർ 22-നാണ് വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്ത് സുരേഷ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. സംഭവത്തെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞാണ് പ്രതി അവിടെ നിന്നും രക്ഷപ്പെട്ടത്. പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അയൽവാസിയായ ബന്ധു കാര്യം അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തു അറിയുന്നത്. ഈ ബന്ധുവാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതും പോലീസിൽ പരാതി നൽകിയതും. ഉപ്പള ശാരദാനഗർ സ്വദേശിയായ സുരേഷിനെ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP പ്രേംരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കർണാടകയിൽ വെച്ച് പിടികൂടുകയായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്നും നടപടികൾ ഒന്നും ഉണ്ടാവാത്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസന്വേഷണ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ ശക്തമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ വലയിലാക്കിയത്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കോട്ടക്കണ്ണി അന്നപൂർണേശ്വരി മഹാകാളി ക്ഷേത്രത്തിലാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഒക്ടോബർ 23 വരെയാണ് പരിപാടി. കോട്ടക്കണി സബരിവാര ശ്രീ അന്നപൂർണേശ്വരി മഹാകാളി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടന്നുവരുന്ന നവരാത്രി മഹോത്സവം ഈ വർഷവും വിപുലമായി ഒക്ടോബർ 13 മുതൽ 22 വരെ കൊണ്ടാടുന്നു. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ദേരെ ബൈലു ഹരികൃഷ്ണ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ വിവിധ വിശേഷാൽ പൂജകൾ നടന്നു. സമാപന ദിവസമായ 22 വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ 11 മണി വരെ വിദ്യാരംഭം, ഉച്ചയ്ക്ക് 12 മണിക്ക് മഹാപൂജ, പ്രസാദ വിതരണം എന്നിവയും നടക്കും. എല്ലാ ദിവസങ്ങളിലും ഭജനയും മറ്റ് കലാപരിപാടികളും ഉണ്ടാകും. സൗജന്യ വൈഫൈ ഇന്റർനെറ്റ് പദ്ധതി നടപ്പാക്കുമെന്ന് COA. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖലാ സമ്മേളനത്തിലാണ് ഈ തീരുമാനം. പുരുഷോത്തമ നായിക്കാണ് പുതിയ മേഖലാ പ്രസിഡന്റ്. കാസർഗോഡ് മേഖലാ പരിധിയിൽ സൗജന്യ വൈഫൈ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖലാ സമ്മേളനം തീരുമാനിച്ചു. കാസർഗോഡ് നഗരസഭാ പരിധിക്കകത്തായിരിക്കും ആദ്യഘട്ടം ഇത് യാഥാർത്ഥ്യമാക്കുക. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകളുടെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചായിരിക്കും 2ാം ഘട്ട പ്രവർത്തനം. ഡിസംബർ അവസാനത്തോടെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ച ശേഷമായിരിക്കും സൗജന്യ വൈഫൈ ഇന്റർനെറ്റ് പദ്ധതിക്ക് തുടക്കം കുറിക്കുക. പുതിയ മേഖലാ പ്രസിഡന്റായി പുരുഷോത്തമ നായിക്കിനെ തിരഞ്ഞെടുത്തു. ജില്ലാ പഞ്ചായത്ത് BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റായി. സിറ്റിംഗ് സീറ്റായ എടനീരിൽ ജില്ലാ ജനറൽ സെക്രട്ടറി K. ശ്രീകാന്ത് മത്സരിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്കുൾപ്പെടെ ജില്ലാ പഞ്ചായത്തിലെ 6 ഡിവിഷനുകളിലേക്ക് BJPക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സിറ്റിംഗ് സീറ്റായ എടനീർ ജില്ലാ ജനറൽ സെക്രട്ടറി K. ശ്രീകാന്തിനെ രംഗത്തിറക്കാൻ പാർട്ടി നേതൃത്വം നിശ്ചയിക്കുന്നതിന് പിന്നാലെ
വോർക്കാടി, കുമ്പള, ദേലമ്പാടി, സിവിൽ സ്റ്റേഷൻ, ബേഡകം എന്നീ ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കെ ശ്രീകാന്ത് ആയിരിക്കും BJPയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെന്നും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ട്. നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായ പ്രമീള സി നായിക് എടനീർ ഡിവിഷൻ വിട്ട് ഇത്തവണ ദേലമ്പാടിയിലും മത്സരിക്കും. പാർട്ടിക്ക് സ്വാധീനമുണ്ടെന്ന് നേതൃത്വം വിശ്വസിക്കുന്ന വോർക്കാടിയിൽ സുരേഷ് കുമാർ ഷെട്ടി മത്സരിക്കും. കുമ്പളയിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിലും പട്ടികവർഗ സംവരണ മണ്ഡലമായ ബേഡകത്ത് H ഗോപിയും ജനവിധി തേടും. പുതിയതായി രൂപീകരിച്ച സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ സ്നേഹലത ദിവാകരനാണ് രംഗത്തിറങ്ങുക. മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും പാളയത്തിൽ പട. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാവാതെ ലീഗും BJPയും ഇന്ന് 7ഓളം പത്രികകൾ സമർപ്പിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ള 21 സീറ്റിലും മത്സരം കടുക്കുകയാണ്. നിലവിൽ UDF ആണ് ഭരണം നടത്തുന്നത്. മുസ്ലിം ലീഗ് 9, കോൺഗ്രസ് 1, BJP 8, CPM 1, CPI 1, SDPI 1 എന്നിങ്ങനെയാണ് നിലവിലെ പഞ്ചായത്തിലെ കക്ഷിനില. ഭരണകക്ഷിയായി UDFൽ നിന്നുമുള്ള വിമതരുടെ തന്നെ സ്ഥാനാർത്ഥിത്വം അവരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നു. എല്ലാ വാർഡുകളിലും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വിമതർ സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ട്. ഗ്രൂപ്പ് പോര് മൂലം ശക്തമായ മത്സരമാണ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത്. അതേസമയം BJPക്കും ഇടതു പാർട്ടികൾക്കും ശക്തമായ അടിത്തറയുള്ള മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. 3, 14, 16 വാർഡുകളിൽ LDFും വെൽഫെയർ പാർട്ടിയും സഖ്യത്തിലാണ്. PDP, STP എന്നീ പാർട്ടികൾ വെവ്വേറെ മത്സരിക്കുന്നു. ഇവിടെ ലീഗിനെ തറപ്പറ്റിക്കുക എന്ന തന്ത്രമാണ് പരീക്ഷിക്കുന്നത്. ഇന്ന് 1-ാം വാർഡിൽ നിന്ന് CPMലെ രാജു, 14-ാം വാർഡിൽ നിന്ന് മൊയ്തീൻ കുഞ്ഞി, 18-ാം വാർഡിൽ നിന്നും CPMലെ ഗണേഷ്, 15-ാം വാർഡിൽ നിന്നും CPMലെ അഷ്റഫ്, PDPയിലെ രവീണ ബാനു, 14-ാം വാർഡിൽ LDFിലെ കമലാക്ഷ, 2-ാം വാർഡിൽ CPMലെ കുട്ടി തുടങ്ങിയവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുസ്ലിം ലീഗിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥി നിർണയം ഇനിയും പൂർത്തിയായിട്ടില്ല. ചിത്താരി ഗവൺമെന്റ് LP സ്കൂളിൽ ബീറ്റ് 2015 ഒരുങ്ങുന്നു. ശാസ്ത്രീയ സമീപനത്തോടെ പഠനരീതികൾ നടപ്പിലാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പൊതുവിദ്യാലയങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചിത്താരി ഗവൺമെന്റ് LP സ്കൂൾ PTA നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം ബോധന രീതികളിൽ മാറ്റം വരുത്താനും പദ്ധതിയുണ്ട്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ സൗമിനി കല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. ഘട്ടം ഘട്ടമായി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ കൊല്ലം 2015 ഈ 60 കുട്ടികൾ തികയാത്ത 41 വിദ്യാലയങ്ങളുണ്ടായിരുന്നു. അതിൽ ആ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പിലെ SSAയുടെ ഫോക്കസ് എന്ന ഒരു പ്രവർത്തനം, ഫോക്കസ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയോടെയുള്ള ഒരു പ്രവർത്തനം. ബേക്കൽ AEO K രവിവർമ്മൻ, BRC ട്രെയിനർ ശശിധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശത്തെ പൂർവ്വ വിദ്യാർത്ഥികളും സാമൂഹ്യ പ്രവർത്തകരും സംഗമത്തിൽ പങ്കെടുത്തു. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കാഞ്ഞങ്ങാട് നഗരസഭയിലെ നമ്പ്യാർക്കാൽ അണക്കെട്ടിന് റോഡ് പാലം ഒരുങ്ങുന്നു. 2016 മാർച്ചോടെ ഗതാഗതയോഗ്യമാക്കും വിധമാണ് നിർമ്മാണം പുരോഗമിക്കുന്നതെന്ന് അധികൃതർ. മേൽപ്പാലം കടന്നാൽ പടന്നയിലേക്കും മടക്കരയിലേക്കുമുള്ള വഴികൾ അടയാളപ്പെടുത്തിയ ദിശാഫലകങ്ങൾ ടോൾ ബൂത്തിനരികിലായി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന്റെ നിലവിലെ അവസ്ഥ കാണുക. വളർന്നു പന്തലിച്ച കാടിനുള്ളിലാണ് ഇപ്പോൾ ഈ ദിശാഫലകമുള്ളത്. തീർന്നില്ല. പാലം കടക്കണമെങ്കിൽ ഓരോ വാഹനവും എത്ര രൂപ നൽകണമെന്നതും ഇവിടെ വലിയ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. ബോർഡ് മുഴുവൻ വള്ളിച്ചെടികൾ പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ടോൾ പിരിക്കുന്നവർ ഒന്ന് മനസ്സ് വെച്ചാൽ നീക്കിക്കളയാവുന്നതേയുള്ളൂ ഈ വള്ളിപ്പടർപ്പുകൾ. പക്ഷേ ആരും അതിന് മുതിരുന്നില്ല എന്ന് മാത്രം. ദിശാഫലകങ്ങൾ സ്ഥാപിച്ചാൽ മാത്രം പോരാ, അത് വ്യക്തമായി കാണുന്നതിനുള്ള സംവിധാനം കൂടി ഒരുക്കണം എന്നതാണ് യാത്രക്കാർ പറയുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സോഷ്യൽ മീഡിയകളിലും തിരഞ്ഞെടുപ്പ് ചൂട്. സ്ഥാനാർത്ഥികൾക്കുള്ള വോട്ടഭ്യർത്ഥനയും വികസന വിഷയങ്ങളിലുള്ള ചൂടേറിയ ചർച്ചകളും ഒക്കെയായി നവമാധ്യമങ്ങളിലും രാഷ്ട്രീയം കത്തിക്കയറുകയാണ്. സൗഹൃദങ്ങളൊക്കെ സൗഹൃദം തന്നെ. പക്ഷേ തിരഞ്ഞെടുപ്പെടുത്താൽ സോഷ്യൽ മീഡിയയിൽ കഥ മാറിക്കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം പക്ഷം ചേർന്നുള്ള ചർച്ചകളും വോട്ട് അഭ്യർത്ഥനയുമൊക്കെയായി ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ കൊടിപിടിക്കുകയാണ്. സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ നടക്കുമ്പോൾ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിലെ പ്രധാന ചർച്ച. സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വന്നതോടെ പ്രാദേശികാടിസ്ഥാനത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും എത്തി തുടങ്ങി. ചില രാഷ്ട്രീയ പാർട്ടികൾ സോഷ്യൽ മീഡിയകളിൽ ഇടപെടാൻ പ്രത്യേകം ആളുകളെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശിക വികസന വിഷയങ്ങൾ മുതൽ ദേശീയ വിഷയങ്ങൾ വരെ സോഷ്യൽ മീഡിയകളിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നു. പരസ്പരം പോർവിളികളും ചില പോസ്റ്റുകളിൽ കാണാം. കഴിഞ്ഞ തവണത്തെ ഭരണത്തിൽ നിരാശരായ ചിലർ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണ ഭീഷണിയും ഉയർത്തുന്നുണ്ട്.
എന്തായാലും സോഷ്യൽ മീഡിയകളിലൂടെയുള്ള പ്രചരണത്തിന് വലിയ വിലയാണ് ഓരോ സ്ഥാനാർത്ഥിയും കൽപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ നവമാധ്യമങ്ങളിൽ രാഷ്ട്രീയം കത്തിക്കയറുമെന്ന സൂചനകൾ ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു. ജില്ലാതല ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പട്ടികജാതി വികസന വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. കേരള സർക്കാരിന്റെ പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ബോധവൽക്കരണ സെമിനാർ ഒക്ടോബർ 13 ചൊവ്വാഴ്ച രാവിലെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. വിദ്യാഭ്യാസത്തിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക് എന്നതാണ് ഈ വർഷത്തെ ഐക്യദാർഢ്യ സന്ദേശം. പട്ടികജാതി വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ VS മുഹമ്മദ് ഇബ്രാഹിം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമാരാധ്യനായ ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ ആരംഭിച്ച് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന 2 മുതൽ 16 വരെയുള്ള ഈ 2 ആഴ്ച കാലത്തേക്കുള്ള ആചരണ പരിപാടികളാണ് നമ്മൾ നടത്തിയിരുന്നത്. എല്ലാ ബ്ലോക്കുകളിലും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതിൻ്റെ പരിപാടികൾ നമ്മൾ നേരത്തെ നടത്തിയിരുന്നു. പിന്നീട് അത് ജില്ലാ തലത്തിലേക്ക് ചുരുങ്ങി, ജില്ലാ തലത്തിൽ ഒരു പരിപാടി എന്നുള്ള നിലയിലേക്ക് അതിപ്പോൾ ചുരുങ്ങിയിരിക്കുന്നു. ഇനി പോയിട്ട് സംസ്ഥാനത്തൊരു പരിപാടി മാത്രമാവുമോ എന്ന ആശങ്കയും നമുക്ക് ഉണ്ട്. ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ P. ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ മുന്നേറ്റത്തിന് വകുപ്പിന്റെ കൈത്താങ്ങ്, വ്യവസായത്തിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക്, സാമൂഹ്യ സുരക്ഷയ്ക്ക് നിയമപരിരക്ഷ എന്നിവയായിരുന്നു ബോധവൽക്കരണ സെമിനാറിലെ വിഷയങ്ങൾ. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ KS ശ്രീകുമാർ, സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് PK രാമകൃഷ്ണൻ എന്നിവർ വിഷയ അവതരണം നടത്തി. അധ്യാപക വൃത്തിയിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ കന്യാംഗത്തിന് തയ്യാറായി മാധവൻ മാസ്റ്റർ. കെട്ടിവെക്കാനുള്ള തുകയൊരുക്കി വിദ്യാർത്ഥികൾ. SFIയുടെ നേതൃത്വത്തിലാണ് കെട്ടിവെക്കാനുള്ള തുക തയ്യാറാക്കിയത്. അജാനൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കന്യാംഗത്തിന് ഇറങ്ങാൻ ഇടതുപക്ഷ സഹയാത്രികനും അധ്യാപകനുമായ T. മാധവൻ മാസ്റ്ററും. തക്ഷശില മാധവൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ഈ അധ്യാപകൻ കഴിഞ്ഞ 35 വർഷക്കാലമായി വെള്ളിക്കോത്ത് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിവരികയാണ്. വിഷ്ണുമംഗലം സ്വദേശിയായ T. മാധവൻ മാസ്റ്റർ ആദ്യമായാണ് മത്സര രംഗത്തിറങ്ങുന്നത്. ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളിൽ കൺവീനർ എന്ന നിലയിൽ പഞ്ചായത്തിൽ ഉടനീളം പ്രവർത്തിച്ച പരിചയവും ശിഷ്യസമ്പത്തുമാണ് തനിക്കുള്ള മത്സര രംഗത്തെ മാധവൻ മാസ്റ്ററുടെ പ്രതീക്ഷ. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മാധവൻ മാസ്റ്റർക്ക് കെട്ടിവെക്കാനുള്ള തുക SFI തക്ഷശില കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈമാറി. തക്ഷശില കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ SFI ജില്ലാ കമ്മിറ്റി അംഗം അജേഷ് കെട്ടിവെക്കാനുള്ള തുക കൈമാറി. CPM ജില്ലാ കമ്മിറ്റി അംഗം M. പൊക്ലൻ തുക ഏറ്റുവാങ്ങി. മാധവമാഷയെ സംബന്ധിച്ചിടത്തോളം ഒരു കോളേജ് വിദ്യാഭ്യാസം ഒക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഇടതുപക്ഷ പ്രവർത്തനമായ CPMൻ്റെ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളില്ലെങ്കിൽ പോലും അറിയപ്പെടുന്ന CPMൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവും പ്രവർത്തകരുമായിട്ട് മാറുന്നൊരു സ്ഥിതിയിലേക്കാണ് വന്നത്. യഥാർത്ഥത്തിൽ ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള അറിയപ്പെടണമെങ്കിൽ വിഷ്ണു ഇട്ടമ്മൽ അധ്യക്ഷനായി. M. പ്രശാന്ത്, മൂലക്കണ്ടം പ്രഭാകരൻ, P. മനോജ് കുമാർ, ദാമോദരൻ ആലിങ്കാൽ, B. രാഘവൻ, അഷ്റഫ് വെള്ളിക്കോത്ത്, ശോഭ, വിഷ്ണു കാറ്റാടി തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും ഏറ്റെടുത്ത് വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ചെറുവത്തൂർ ഫേസ്ബുക്ക് കൂട്ടായ്മ. നവമാധ്യമങ്ങളിലെ സൗഹൃദങ്ങളെ എങ്ങനെ നല്ല വഴികളിലേക്ക് നയിക്കും എന്നുകൂടി ഈ കൂട്ടായ്മ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. നവമാധ്യമങ്ങളിലെ നന്മക്കൂട്ടമായി മാറുകയാണ് ചെറുവത്തൂർ ഫേസ്ബുക്ക് കൂട്ടായ്മ. ഇതിനോടകം നിരവധി പ്രവർത്തനങ്ങൾ ഇവർ ഏറ്റെടുത്തു കഴിഞ്ഞു. ജീവകാരുണ്യ മേഖലയിലാണ് ഇവർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിനായി കാരുണ്യം കൈത്താങ്ങി എന്ന പേരിൽ ജീവകാരുണ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. നീലേശ്വരം CI KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. ഒരു ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും സ്വാഗത പ്രസംഗം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യയും പുറത്തുനിന്നും ആളെ വളരെ വേഗം മിനിറ്റുകൾക്ക് വെച്ച് സംഘടിപ്പിക്കാനും മിനിറ്റുകൾക്ക് വെച്ച് അതിലൊരു പ്രതികരണം ലഭിക്കാനും ഉള്ള ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ പല ഭരണതലത്തിലും അല്ലെങ്കിൽ പല മേഖലകളിലാവുന്ന ഈ ജില്ലകൾ ആൾക്കാരെ സംഘടിപ്പിക്കാനും അതുപോലെ ഏകോപിപ്പിക്കാനും ആശയങ്ങൾ കൈമാറുവാൻ ഒക്കെയുള്ള ഈ കാലതാമസം ഇതിന്റെ ഭാഗമായിട്ട് ഇല്ലായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുമായി സഹകരിച്ചുള്ള സൈബർ ബോധവൽക്കരണ ക്ലാസും ഇതോടൊപ്പം നടന്നു.
കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സീററ്റ് മാനേജർ സന്തോഷ് പുതുക്കുന്ന് CI കെ ഇ പ്രേമചന്ദ്രനുള്ള ഉപഹാരം നൽകി. PR ശ്രീനാഥ് വിഷയാവതരണം നടത്തി. ടി രാജൻ, ഷെരീഫ് മാടപ്പുറം, UK കുഞ്ഞബ്ദുള്ള, ജയൻ ചെറുവത്തൂർ, ശരത് പുത്തിലോട്ട്, ലുക്മാൻ കൈതക്കാട്, VM സുധീരൻ, അറഫാത്ത് ചെറുവത്തൂർ, അനിൽകുമാർ പത്രാവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയ ദുരന്തമറിഞ്ഞ് ബേക്കൂർ നിവാസികൾ. ബേക്കൂർ ഹൈസ്കൂൾ വിദ്യാർത്ഥി ഇബ്രാഹിം നിയാസ് പുഴയിൽ മുങ്ങി മരിച്ചു. പീഡനം ഊമപ്പെൺകുട്ടിയോടും. പ്രതിയെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഗംഭീര തുടക്കം. നാട് ഇനി ഭക്തിയുടെ നിറവിൽ. ജില്ലയിൽ സൗജന്യ വൈഫൈ ഇന്റർനെറ്റ് പദ്ധതി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റേതാണ് തീരുമാനം. ജില്ലാ പഞ്ചായത്ത് BJP സ്ഥാനാർത്ഥി ലിസ്റ്റായി. എടനീർ K ശ്രീകാന്ത് ജനവിധി തേടും. അഴിക്കുന്തോറും മുറുകുന്ന കുരുക്ക്. മഞ്ചേശ്വരത്ത് സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാവാതെ UDF-ൽ വിമതശല്യം രൂക്ഷം. വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.kasergodchannel.com സന്ദർശിക്കുക. നമസ്കാരം.